അല്ല, വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കെട്ടിടങ്ങൾ ഉയർന്നു പൊന്തുന്നത് മാത്രമല്ല വികസനം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വികസനവുമായിട്ടുള്ള തർക്കമല്ല ഇവിടെയുള്ളത്. ഇവിടെയുള്ളത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളോടുള്ള ഒരു എതിർപ്പാണ്, വികസനത്തോടുള്ള എതിർപ്പല്ല. വികസനം അത്യാവശ്യമാണ്. വികസനം എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബങ്ങളിലും സന്തോഷം എത്തുക എന്നുള്ളൊരു വലിയ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം. ഇവിടെ നമുക്കിതൊന്നും സന്തോഷിക്കെത്തിക്കാനുള്ളതല്ല, അത് ദുരിതവുമായിരിക്കും ഉണ്ടാവുകയല്ല. പിന്നെ ഞങ്ങളുടെ മുമ്പിൽ വന്ന ഒരു ഫയലിനകത്തെ കാര്യം മാത്രമേ ഉള്ളൂ. മറ്റു തലങ്ങളിലുള്ള ചർച്ചകളൊന്നും നടന്നിട്ടായിട്ട് എനിക്കറിയില്ല. അത്തരം ചർച്ചകൾക്ക് എല്ലാം ഫയൽ വന്നു. ആ ഫയലിനകത്ത് ഞങ്ങൾ ഈ കാര്യം എല്ലാം പരിശോധിച്ചു. കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ റിപ്പോർട്ട് വാങ്ങി, പത്തനംതിട്ടയിൽ നിന്നടക്കം റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് അതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ്, അല്ലാതെ ഒരു പഴയ സമരത്തിൻ്റെ ഹാങ് ഓവർ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതല്ല. ഈ കാര്യമെല്ലാം തന്നെ വെച്ചുകൊണ്ട് എനിക്ക് പ്രദേശം അറിയാവുന്ന ഒരാളാണെന്നുള്ള തരത്തിൽ, അതുകൊണ്ട് എനിക്കറിയാം, അതുകൊണ്ട് റിപ്പോർട്ടൊന്നും വരേണ്ടതില്ല എന്നുള്ള നിലപാടല്ല ഞാൻ സ്വീകരിച്ചത്. പത്തനംതിട്ടയിൽ നിന്നടക്കം കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ടിൽ കൂടി കണക്കിലെടുത്ത് എല്ലാ തലങ്ങളിൽ നിന്നും വന്ന ആ ഫയലിനകത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അറിവും എൻ്റെ പരിചയവും എനിക്ക് നേരിട്ട് അറിയാവുന്നതുമാണ് എന്നുള്ളത് കൊണ്ടുകൂടി ഞാൻ ആ കാര്യത്തിനകത്ത് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കൃഷി വകുപ്പിൻ്റെ നിലപാടാണത്. ആ നിലപാട് ഇല്ല, അത് എങ്ങനെയായിട്ടാണ് ഫയൽ ബാക്കിയുള്ള നീക്കത്തെക്കുറിച്ച് എനിക്കറിയില്ല. അത് ക്യാബിനറ്റിൽ അത് ഇവരുടെ അപേക്ഷ ആദ്യം നേരിട്ടൊരു അപേക്ഷയായിട്ട് വരികയായിരുന്നു. രണ്ടാമത് വന്നത് റവന്യൂവിൽ നിന്നാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് ആ ഫയൽ വന്നത്. ആ കാര്യത്തിനാണ് അങ്ങനെ ഒരു ഞങ്ങളുടെ മറുപടി അതിനകത്ത് രേഖപ്പെടുത്തി അയച്ചിരിക്കുന്നത്. ഇല്ല, അതിൻ്റെ നിലപാട് എന്താണെന്ന് ഞങ്ങളോട് ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചുള്ളൂ. അവരുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനൊരു ചർച്ചയ്ക്ക് വന്നിട്ടില്ല ഈ സംഭവം. ഇല്ലില്ല, വന്നില്ല. അങ്ങനൊരു തർക്കത്തിന്റെ വിഷയമായിട്ട് എങ്ങും വന്നിട്ടില്ല. ഇത് ഇപ്പോൾ ഒരു വാർത്ത വരുമ്പോൾ മാത്രമാണ് ഞാനും അത് അത്തരത്തിൽ നോക്കുന്നത്. ഇത് കുറേ ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെയാണ് ഈ ഫയൽ അഭിപ്രായം രേഖപ്പെടുത്തി അയച്ചതല്ല. ആ നിലപാട് നമുക്ക് മാറാൻ ഒക്കില്ല. ആത്യന്തികമായി നമ്മൾ ഈ പ്രതിസന്ധിയെല്ലാം ഉണ്ടാകുമ്പോൾ 2018 പ്രളയത്തിൻ്റെയും 19 പ്രളയമെല്ലാം നോക്കുമ്പോൾ ആ മേഖല എങ്ങനെയാണ് നിന്നതെന്ന് മനസ്സിലാവും. അപ്പം നാളുകളിലും അതൊരു പ്രധാനപ്പെട്ട ഘടകമായി കണക്കാക്കുമ്പോൾ നമുക്ക് ആ വയലുകളെ സംരക്ഷിച്ചേ മതിയാവുകയുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണം. അപ്പോൾ അതുകൊണ്ട് അത്തരം ചിന്തയിൽ നിന്ന് മറ്റുള്ളവർ മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം.